നമ്മുടെ ജീവിതത്തിൽ അറിയാനോ അറിയാതെ ഒത്തിരി പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു ഗ്രേവിയോ എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് ഒരു സഞ്ചിയിൽ ഇതുപോലെ പൊതിഞ്ഞു തരാറുണ്ട് ഫാസ്റ്റ് ഫുഡ് സ്ഥലങ്ങളിൽ. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പാചകം ചെയ്ത് നമ്മുടെ മക്കൾക്കോ ഹസ്ബൻഡിനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഓഫീസിൽ പോകാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ചൂടോടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലിട്ട് നല്ലോണം എയർ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു വരാനാണ് പതിവ്. ഈ ഒരു കാര്യം നമ്മുടെ കാഴ്ചയെ ബാധിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ പ്ലാസ്റ്റിക് പൗച്ചിൻ്റെ ഒരു ഉദാഹരണം എടുക്കാം. അതൊരു ചൂടുള്ള ഗ്രേവി ഇതിനകത്ത് നമ്മൾ ഒഴിച്ചിട്ട് ഇത് പാക്ക് ചെയ്യുമ്പോൾ ആ ചൂട് കാരണം ഈ പ്ലാസ്റ്റിക് ഇതൊക്കെ അലിഞ്ഞ് ഇതിനകത്തോട്ട് ചേരുന്നു. അങ്ങനെ ഉരുകിയ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിസൈസസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സ് ഈ ഗ്രേവിയുമായിട്ട് ലയിച്ച് നമ്മളിതാണ് പിന്നെ കഴിക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീനിൽ നിന്ന് ഇത് വളരെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് അത് നമ്മുടെ ഇൻഡസ്ട്രീനിൽ പെട്ടെന്ന് അബ്സോർബായി നമ്മുടെ രക്തത്തിൽ കൂടെ നമ്മുടെ എല്ലാ ശരീരത്തെ അവയവങ്ങളിലും എത്തുന്നു. അതിൻ്റെ കൂടെ തന്നെ കണ്ണിൻ്റെ രക്തനാളികളിലും അത് എത്തുന്നു. പക്ഷേ ഇത് കണ്ണിൻ്റെ രക്തക്കൊഴലുകൾ വളരെ ചുരുങ്ങിയതായതുകൊണ്ട് ഈ ചെറിയ പാർട്ടിക്കിൾസിനെ പോലും അവിടെ തടഞ്ഞു നിർത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ തടഞ്ഞു നിൽക്കുമ്പോൾ കറക്റ്റായിട്ടൊരു ബ്ലഡ് സപ്ലൈ അവിടെ വരുന്നില്ല. അങ്ങനെ തടസ്സപ്പെട്ട ഒരു ബ്ലഡ് സപ്ലൈയിൽ അവിടെ കണ്ണിനകത്തുള്ള വേസ്റ്റും കൂടാതെ ഈ പ്ലാസ്റ്റിക്കും കൂടെ എല്ലാം കൂടെ നലിഞ്ഞ് അങ്ങനെ മാക്കുലർ ഡീജനറേഷൻ എന്ന് പറഞ്ഞൊരു അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊരു ചൂടുള്ള ഫുഡ് ഇട്ട് അത് പാക്ക് ചെയ്ത് വിടുമ്പോഴും അതിനകത്തും ചെറിയൊരു മെൽറ്റിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ആർക്കെങ്കിലും ഓഫീസിലോ അല്ല കുട്ടികൾക്കോ ടിഫിൻ കഴുതി വിടുമ്പോൾ അത് കുറച്ച് തണുത്തതിന് ശേഷം മാത്രം പ്ലാസ്റ്റിക്കിലാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്.